അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹു നമ്മുടെ ഈ ഒരു ഇരുത്തം അള്ളാഹു സ്വീകരിക്കട്ടെ. കേട്ടില്ലേ? അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? ഇവിടെ ചായ കുടിച്ചിട്ടല്ലേ എല്ലാവരും? അല്ലേ? ഇൻഷാ അല്ലാഹ്. എത്ര ഗണ്ടത്തോളം നിങ്ങൾ കൂടെ ഇരിക്കും? എല്ലാ കൂടെ മലയാള അല്ല വ്യാരിയ? മലയാളം അല്ലേ? മലാമ അല്ലേ? ഓക്കെ. മലയാളം ചെല്ലെങ്കിൽ മനസ്സിലാവും. വ്യാരി അറിയുന്ന? നക്കടിക്ക് അറിയുന്ന? ആ, ഏതായാലും നക്കടിക്ക് വേണ്ടല്ലേ? മലയാളത്തിൽ ചെല്ല അല്ലേ? ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു 2 ഗണ്ട ഞാൻ 2 മണിക്കൂർ പ്രസംഗിച്ച് നിങ്ങൾ നിൽക്കുന്ന അവിടെ കേൾക്കുന്ന 2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കുക. റെഡിയാ കേൾക്കാൻ? എന്തായാലും ഇൻഷാ അല്ലാഹ് അത്രയൊന്നും വേണ്ട, ഒരു 30-40 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നല്ല പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് പറയാം അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് വരെ നല്ലോണം ഫോക്കസ് കൊടുത്ത് ക്ലാസ് ശ്രദ്ധിക്കണം. ഓക്കെ? ക്ലാസ്സിൽ അറ്റൻഡൻസ്, പാർട്ടിസിപ്പൻസ്, ഇങ്ങനെ 2 ഉണ്ട്. അറ്റൻഡൻസ് ഉണ്ട്, പാർട്ടിസിപ്പൻസ് ഉണ്ട്. രണ്ടും രണ്ടാണ്. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ മദ്രസയിൽ അറ്റൻഡൻസിൽ ഫസ്റ്റ് കിട്ടിയ ആൾ എഴുന്നേറ്റേക്ക്. അറ്റൻഡൻസിൽ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ പിന്നെ ഓക്കെ ഇരുന്നാൾ. മൂന്നാൾ തന്നെയാ? വേറെ ആരില്ലേ? താഴെ ക്ലാസ്സിലാ? ഇരുന്നോളി. ഓക്കെ. അറ്റൻഡൻസും പാർട്ടിസിപ്പൻസും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്, വ്യത്യാസമാണ്. ആർക്കെങ്കിലും അതിൻ്റെ വ്യത്യാസം അറിയോ? ഡിഫറെൻ്റ് അറിയോ? അത് അറ്റൻഡൻസ് എന്ത്, പാർട്ടിസിപ്പൻ്റ് എന്ത്? ഞാനൊരു ക്ലാസ് അറ്റൻഡ് ആക്കി, അല്ലെങ്കിൽ ഞാനിൽ ഒരു ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇങ്ങനെ പറയുമ്പോൾ രണ്ടും ഒന്നാണോ രണ്ടും വേറെ ആണോ? വേറെ ആണോ? ഉറപ്പാ? അതെന്ത് വ്യത്യാസം, ഡിഫറെൻ്റ് എന്നത് ചെല്ലോ? ആർക്കറിയാം ഡിഫറെൻ്റ്? പറഞ്ഞോ. പറഞ്ഞോളി. എന്താ? ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കുന്ന പാർട്ടിസിപ്പൻ്റ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ആക്കുന്നില്ലെങ്കിൽ കോമ്പറ്റീഷൻ വേണ്ട, ക്ലാസ്സിൽ പാർട്ടിസിപ്പൻ്റ് ആക്കുന്നില്ലെങ്കിൽ എന്ത്? യെസ്, വെരി ഗുഡ്. അതന്നെ, ഇരുന്നോളി. അറ്റൻഡൻസ് എന്നില്ലെങ്കിൽ ഇപ്പോൾ നോക്ക്, എല്ലാ ആൾക്കാരും ഇവിടെ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ആയിട്ടുണ്ട് അല്ലേ? എല്ലാവരും അറ്റൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ എല്ലാ ആൾക്കാരും എൻ്റെ ക്ലാസ് കയ്യോളം ഉടനെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ആയിനി എന്ന് ഞാൻ ചൊല്ലും. ഓക്കെ? എന്നാൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ആരെല്ലാം ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചെങ്കിൽ അത് ചിലപ്പോൾ ഈ എല്ലാ ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. എന്തേ? ക്ലാസ്സിൽ വെറുതെ ഇരുന്നെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ആകുന്നില്ല. പിന്നെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം അല്ലേ? സംശയം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ അതിലേക്ക് ആൻസർ ചെല്ലണം. അങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നതിൽക്കാണ് എന്ത് ചെല്ലുന്നത്? പാർട്ടിസിപ്പേറ്റും ചെല്ലുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് വേണ്ടതാ, പാർട്ടിസിപ്പേറ്റ് വേണ്ടതാ? പാർട്ടിസിപ്പേറ്റ് ആണ് നമുക്ക് എന്താക്കേണ്ടത്, വേണ്ടത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ മദ്രസയിൽ അറ്റൻഡൻസിൽ ഫസ്റ്റ് മാത്രമേ കിട്ടിയൊരു കാര്യമില്ല. അത് നല്ലതല്ല പറഞ്ഞു, നല്ല തന്നെ, അത് മാത്രം കാര്യമില്ല. പിന്നെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മാത്രം ഗുണമില്ല. ക്ലാസ് കറക്റ്റ് കേട്ടിട്ട് ഡൗട്ടെല്ലാം ക്ലിയർ ആക്കിയിട്ട് നല്ല പഠിച്ചിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് നമ്മൾ ക്ലാസ്സിൽ നിൽക്കണം. അപ്പോൾ ഈ ക്ലാസ് കഴിയുന്നിടത്തോളം നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നെങ്കിൽ മതിയല്ല, നല്ല ആക്റ്റീവായിട്ട് വേണം, നല്ല സ്മാർട്ടായിട്ട് വേണം. ഉണ്ടാവല്ലേ? ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് വി ആർ സെറ്റ്, വി ആർ റെഡി എന്ന് പറയണം. എന്ത് പറയണം? വി ആർ സെറ്റ്, വി ആർ. ഞാൻ 1 ചെല്ലുമ്പോൾ വി ആർ സെറ്റ് നൽകണം, 2 നൽകുമ്പോൾ വി ആർ റെഡി എന്ന് പറയണം. ഓക്കെ? 1 2 1 2 1 2. എല്ലാവർക്കും എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാ? ഇൻഷാ അല്ലാഹ്. പണ്ട്
ഒരു വലിയ ഒരു ഗുരു ഉണ്ടായിരുന്നു. കുരുവല്ല, പിന്നെ ഗുരു. ഗുരു ചെല്ലെങ്കിൽ ആര്? ടീച്ചർ. വലിയ ടീച്ചർ എന്നല്ലെങ്കിൽ നല്ല വയസ്സായ വലിയ അറിവുള്ള വലിയ ആളുകൾക്കാണ് ഗുരു എന്ന് മലയാളത്തിൽ ചെല്ലുന്നത്. ടീച്ചർ നമുക്ക് മനസ്സിലാക്കാം. ടീച്ചർ എന്തെന്ന് പറഞ്ഞാൽ 3 സ്റ്റുഡൻസിനെ എന്താക്കി അടുത്തേക്ക് വിളിച്ചിട്ട്, ഇതൊരു പണ്ടത്തെ പഴയ കാലത്താണ്, 3 ആൾക്കാരെ സ്റ്റുഡൻസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് 3 ആളായാലും കയ്യിൽ 10 രൂപ കൊടുത്തു. എത്ര രൂപ കൊടുത്തു? 10 രൂപ. 10 രൂപ കൊടുത്തിട്ട് അവർക്കൊരു ടാസ്ക് കൂടി കൊടുത്തു. ചിലപ്പോൾ ഈ കഥ നിങ്ങൾക്ക് അറിയുന്നവർ മുണ്ടണ്ട. അറിയോ? 10 രൂപ കൊടുത്തിട്ട് ആ ഗുരു പറഞ്ഞ് നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. എന്ത് ടാസ്ക് എന്നറിയോ? 3 റൂം കാണിച്ചിട്ട് പറഞ്ഞ് ഈ ഓരോ റൂമും നിങ്ങൾക്കുള്ളതാണ്. ഈ 10 രൂപ കൊണ്ട് ഈ ഓരോ റൂമിനെ നിങ്ങൾ എന്താക്കണം? ഫില്ല് ചെയ്യണം. യു ഹാവ് ടു ഫിൽ. എങ്ങനെ ഫില്ലാക്കണം? എങ്ങനെ? ഈ റൂമിനെ നിങ്ങൾ നിറക്കണം. സാധനം കൊണ്ടുവന്നിട്ട്, സാധനം കൊണ്ടുവരാൻ കയ്യിൽ പൈസ എത്ര? 10 രൂപ. 10 രൂപക്ക് നീക്ക് എന്ത് കിട്ടുന്നു? അത് എന്ത് നീക്ക് വാങ്ങാം. എന്ത് കിട്ടുമല്ലേ 10 രൂപക്ക്? ആ 10 രൂപ കൊടുത്തിട്ട് 10 രൂപക്ക് നിങ്ങൾ സാധനം വാങ്ങിയിട്ട് റൂം ഫുള്ള് ഫില്ലാക്കണം. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ആരാണോ റൂം ഫുള്ള് നിറക്കുന്നത് അവർക്ക് സമ്മാനം ഉണ്ടാവുന്ന ആര് പറഞ്ഞ്? ആ ഗുരു, ആ ടീച്ചർ പറഞ്ഞു. അങ്ങനെ 3 ഈ മക്കളും 3 കുട്ടികളും അവരിങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. വലിയ റൂമുണ്ട്, കയ്യിലാകെ ഉള്ള എത്ര? 10 രൂപ അല്ലേ? എന്താക്കണ്ടേന്ന് ചിന്തിച്ച്. അപ്പൊ അതില് പിന്നെ ഒരു കുട്ടി എന്താക്കിയെന്ന് പറഞ്ഞാല് നേരെ ഷോപ്പിലേക്ക് പോയി പരുത്തി വാങ്ങി. പരുത്തി മീൻസ്, പരുത്തി അറിയോ? പരുത്തി എന്ത് ഇംഗ്ലീഷിൽ എന്ത് പറയുന്ന? കോട്ടൺ. അപ്പൊ അന്ന് പഴയ കാലല്ലേ, അപ്പൊ 10 രൂപക്ക് കുറേ കോട്ടൺ കിട്ടിയോണ്ടായി. അപ്പൊ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് കുറേ പരുത്തി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു റൂം ഫുള്ള് ആ കുട്ടി നിറച്ച് വെച്ച്. റൂം ഫുള്ള് നിറച്ചതിലേക്ക് നിറച്ചിട്ടാകുമ്പോൾ എന്തായി? റൂം ഫുള്ള് പരുത്തിയിട്ട് ഇങ്ങനെ നിറച്ചില്ലേ? ഗുരു പറഞ്ഞ് എന്താക്കണം? റൂം നിറക്കണം അല്ലെ? എന്താക്കി കൊണ്ടുവന്നിട്ട് കോട്ടൺ കൊണ്ടുവന്നിട്ട് റൂം നിറച്ച് അല്ലെ? പിന്നെ ഒരു കിടാവും കുറച്ചും കൂടി കുരുത്തം കെട്ട ഒരു കുട്ടിയായിരുന്നു, സ്റ്റുഡൻറ്റ്. കുറച്ചും കൂടി ഉപദ്രവത്തിന്റെ ഒരു കിടാവായിരുന്നു. അപ്പൊ എന്താ ചിന്തിച്ചത്? ഈ 10 രൂപന് എങ്ങനെ ഞാൻ കീസക്കിടാന്നാണ് ഓൻ ചിന്തിച്ചത്. അപ്പൊ എന്താ ചെയ്തെന്ന് പറഞ്ഞാല് നേരെ ഈ വേസ്റ്റ് ഇടുന്ന ജാഗ അല്ലെ? അപ്പൊ നേരെ ആ വേസ്റ്റ് ഇടുന്ന ജാഗന്റെ അടുത്തേക്ക് പോയി ഒരു വലിയ കവറിൽ കുറേ വേസ്റ്റ് ഇങ്ങനെ ഗോണിയിൽ ഇങ്ങനെ നിറക്കാൻ വേണ്ടി തുടങ്ങി. ആ വേസ്റ്റ് അതിലേക്ക് പൈസ കൊടുക്കണം. വേസ്റ്റിന് വേണ്ട അല്ലേ? വേസ്റ്റ് അങ്ങോട്ട് വേസ്റ്റ് ആരും നമ്മളെടുത്ത് മേങ്ങി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കും അല്ല, അത് പോയെങ്കിലൊക്കെ പോട്ട്. അപ്പൊ എന്താക്കി? ആ 10 രൂപ നല്ല കേസൊക്കെ ഇട്ട് ആ വേസ്റ്റ് എല്ലാം എടുത്തോണ്ട് വന്ന് റൂം ഫുള്ള് നിറച്ച്. ഗുരു പറഞ്ഞിന് എന്താക്കണം? നിറക്കാനാണ് പറഞ്ഞത്. എന്ത് നിറക്കണമെന്നില്ല, അത് നമ്മളെ ചോയ്സായിരുന്നു, കുട്ടികളുടെ ചോയ്സായിരുന്നു. അവ റൂം ഫുള്ള് എന്താക്കി? വേസ്റ്റ് കൊണ്ട് നിറച്ചിട്ട് വെച്ച്. മനസ്സിലായ? അങ്ങനെ ഈ ഗുരു, ഈ ടീച്ചർ 2 റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി. ആദ്യം ആ കോട്ടൺ കൊണ്ട് നിറച്ച റൂമിലേക്ക് വന്ന് നോക്കിയിട്ടാകുമ്പോൾ മോശമില്ല, തിരക്കേടില്ല, പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് ആ കുട്ടിയെ അഭിനന്ദിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ലായിന്, ഉഷാറായിന് എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഈ കച്ചറ കൊണ്ട് നിറച്ച റൂമുണ്ടല്ല, ആ റൂമിന്റെ അടുത്തേക്കേ ഗുരു പോയില്ല. എന്താ? നാറ്റത്തിന് സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല, അതിൻ്റെ അടുത്തേക്കേ പോയില്ല. ഈ കുട്ടിയോട് ടീച്ചർക്ക് എന്താ ഒരു ദേഷ്യം വന്നു ഗുരുവിന്. അങ്ങനെ എത്ര കുട്ടികളുണ്ടായിരുന്നു? 3 കുട്ടികൾ അല്ലേ? അപ്പൊ ഈ 3ാമത്തെ ഒരു സ്റ്റുഡന്റ് ഉണ്ടല്ലോ, 3ാമത്തെ ഒരു കുട്ടി, ആ കുട്ടി ചെയ്തത് ആ ഗുരുവിന് വല്ലാത്ത ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെയധികം ആ കുട്ടിയെ പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി. വലിയ നല്ല ഒരു ഐഡിയ ആണ്, നല്ല ഒരു ബുദ്ധിയാണ് നീ ഉപയോഗിച്ചത് എന്നുള്ളത് പറഞ്ഞു. എന്തായിരുന്നു ആ കുട്ടി ചെയ്തതെന്ന് അറിയോ? ആ കുട്ടി നേരെ ഷോപ്പിലേക്ക് പോയിട്ട് ഒരു ക്യാൻഡിൽ എടുത്തു. ക്യാൻഡിൽ, മെഴുകുതിരി അറിയില്ല, മൗത്തിരി. എന്തെന്നാ ക്യാൻഡിലേക്ക്? എന്തെന്നാ? ക്യാൻഡിൽ തന്നെ അല്ലേ? ക്യാൻഡിൽ എടുത്ത് അതേപോലെ തന്നെ ഒരു തീപ്പെട്ടിയും എടുത്തോണ്ട് വന്നു. അതേപോലെ ഒരു പിന്നെ മണക്കുന്ന അതിലേക്ക് എന്തെന്നാ? അഗർബത്തി, ഊതുബത്തി അല്ലേ?
അപ്പോൾ ഒരു ക്യാൻഡില്, തീപ്പെട്ടി, ഊതുപത്തി, ഈ 3 സാധനം എടുത്തോണ്ട് വന്നിട്ട് അത് റൂമല്ലേ, ആ റൂമിൽ എന്താണ്, അത് ഇരുട്ടുള്ള റൂമായിരുന്നു, ഡാർക്ക് റൂമായിരുന്നു, ലൈറ്റ് ഇല്ല, വെളിച്ചമില്ല. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് എന്ത് ചെയ്തു, ആ റൂമിൻ്റെ നടുവിൽ ആ ക്യാൻഡിൽ ഇങ്ങനെ കത്തിച്ചു വെച്ചു. ക്യാൻഡിൽ കത്തിച്ചപ്പോൾ എന്തായി, ഇരുട്ടുള്ള റൂം വെളിച്ചം കൊണ്ട് നിറഞ്ഞു. അതൊരു ക്രിയേറ്റിവിറ്റിയാണ്, ബുദ്ധിയാണ്. ആ കുട്ടി എങ്ങനെയാണ് നിറച്ചത്, ഈ വെളിച്ചം കൊണ്ട്, ലൈറ്റ് കൊണ്ട് ഇങ്ങനെ മുഴുവൻ ആ റൂമിനെ നിറച്ചു. അതേപോലെ ഈ ഊതിപത്തി എടുത്തിട്ട് അവിടെ മെല്ലെ കത്തിച്ചിട്ട് വെച്ച്. അപ്പം എന്തായി, മണം കൊണ്ട് റൂം ഫുള്ളായി, റൂം ഫുള്ള് മണവും റൂം ഫുള്ള് വെളിച്ചവുമായി. അപ്പോൾ റൂം നിറക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഈ കുട്ടി ഈ ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആയ രീതിയിൽ, എന്നാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ റൂം ഫുള്ള് ഫില്ലാക്കി. അത് ഗുരുവിന് ഭയങ്കര സന്തോഷമായി, ഭയങ്കരമായിട്ട് പുകഴ്ത്തി. നല്ലൊരു പ്ലാൻ അല്ലേ? അതെ അല്ലേ? അപ്പോൾ ഇതൊരു കഥയാണ് പ്രിയപ്പെട്ട മക്കളെ. ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഈ ഒരു കഥ നിങ്ങളോട് പറയാനുള്ള കാരണം, എല്ലാ കഥയിലും എന്തുണ്ടാവും, ഒരു എന്തിനാ നമ്മ കഥ പഠിക്കുന്നത്, അതിലെന്തുണ്ടാവും, ഒരു ലെസൺ ഉണ്ടാവും അല്ലേ, ഒരു പാഠം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി ഉണ്ടാവും എല്ലാ കഥയിലും അല്ലേ? അപ്പൊ ഈ കഥയിൽ നമ്മ പഠിക്കേണ്ട ലെസൺ, പഠിക്കേണ്ട ഒരു പാഠം എന്തെന്ന് എന്തില്ലെങ്കിൽ ആ 10 രൂപനെ നമ്മളെ ആയുസ്സായിട്ട് നമ്മ കണക്കാക്കാം. അള്ളാഹു തന്ന ആയുസ്, അള്ളാഹു തന്ന ലൈഫായിട്ട് നമ്മ കണക്കാക്കാം. നമുക്ക് ചുറ്റുള്ള മനുഷ്യന്മാര് ഈ ആയുസ്സിന് ഈ 3 രീതിയിലാണ് ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 3 രീതിയിലാണ് ആളുകൾ ഈ ആയുസ്സിനെ, ഈ ലൈഫിനെ യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ, അതിലൊരു കുട്ടി കച്ചറ കൊണ്ട് റൂം നിറച്ചതുപോലെ ചില ആളുകൾ ജീവിതത്തെ കച്ചറ കൊണ്ട് നിറക്കാൻ, ആയുസ്സിനെ വെറും കച്ചറാക്കി മാറ്റാണ്. അതെങ്ങനെ? തീരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ആളുകൾക്ക് ഉപദ്രാന്നത് മാത്രം ചെയ്യുന്ന, സ്കൂളിലേക്ക് പോയിട്ട് പഠിക്കുന്നില്ല, മദ്രസയിലേക്ക് പോയിട്ട് പഠിക്കുന്നില്ല, ഉമ്മ പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, ഉസ്താദ് പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല, കുടുംബം പറഞ്ഞതുപോലെ കേൾക്കുന്നില്ല. അങ്ങനെ എപ്പോ നോക്കുമ്പോഴും ബെടുക്കായ കാര്യങ്ങൾ, പള്ളിക്കില്ല, നിസ്കാരമില്ല, എന്തുമില്ല. ചില കുട്ടികൾ അല്ലെങ്കിൽ ചില മനുഷ്യന്മാർ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അവർ ആ കച്ചറ കൊണ്ട് റൂം നിറച്ചതുപോലെയുള്ള കുട്ടികളുടെ അതേ സ്വഭാവം കാണിക്കാൻ ചില ആളുകൾ. പിന്നെ വേറെ ചില ആളുകളുണ്ട്, ഈ പരുത്തി കൊണ്ട് റൂം നിറച്ചതുപോലെ ചില ആളുകളുടെ ജീവിതത്തിൽ നല്ലതും വെളിങ്ങനെ നല്ലതും ചെയ്യുന്നില്ല, പിന്നെ ബെടുക്കുവാക്കുന്നില്ല. അല്ലെങ്കിൽ ചോറ് വയ്ക്കും, ഉറങ്ങും, കളിക്കും, പിന്നെ വേണ്ടിടത്തേക്കെല്ലാം പോവും. പക്ഷേ പഠിക്കോ? അതില്ല. എഴുത് ഹോംവർക്കാക്കോ? ഇല്ല, അതില്ല. അപ്പം എന്ത്, നല്ല വിഷയങ്ങളൊന്നുമില്ല, ആർക്കും ഉപദ്രാക്കോ ഇല്ല. ഇങ്ങനെ അവന് തിന്നാ ഉറങ്ങാം, ഇങ്ങനെ പോവും ജീവിതം. വല്ല പഠിക്കാനും വല്ല ഇൻട്രസ്റ്റ് ഇല്ല, നല്ല കാര്യത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ ആളുകൾക്ക് ഉപദ്രാക്കൂല്ല, ക്ലാസ്സിൽ നല്ല അച്ചടക്ക അതബ് എല്ലാം ഉണ്ടാവും. അങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ? പിന്നെ മൂന്നാമതൊരു വിഭാഗം, ലൈറ്റ് കൊണ്ട്, ക്യാൻഡിൽ കൊണ്ട് നിറച്ചതുപോലെ ചില ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, ചില കുട്ടികൾ തന്നെ അവർക്ക് അള്ളാഹു കൊടുത്ത ആയുസ്സിൽ അവരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യും. സ്കൂളിലാണെങ്കിലോ പഠിക്കാൻ നല്ല ഉഷാർ, മദ്രസയിലാണെങ്കിലോ അതിനെങ്ങാട്ട് നല്ല ഉഷാർ, ഖുർആൻ ഓതാനോ നല്ല കഴിവാൻ, ഹിഫ്ളാണെങ്കിലോ നല്ല ഹിഫ്ളാൻ, മക്കൾ ഉസ്താദ് പറഞ്ഞ പോലെ കേൾക്കും, മാതാപിതാക്കൾ പറഞ്ഞ പോലെ കേൾക്കും, കുടുംബക്കാർക്കാണെങ്കിലോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചില ആളുകൾ, അങ്ങനെ നമ്മളെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യന്മാർ, കുട്ടികളെല്ലാം ഈ 3 ടൈപ്പാണ്, ഈ 3 ടൈപ്പിലാണുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട മക്കൾ, ഈ 3 ലൈഫ് നമ്മ പറഞ്ഞാൽ അല്ലെ, 3 ജീവിതങ്ങൾ, ഈ 3 ജീവിതത്തില് സക്സസ്ഫുൾ ആയിട്ടുള്ള, വിജയിച്ച ജീവിതം, സക്സസ്ഫുൾ ലൈഫ് ഏതാണെന്നൊന്ന് പറയാമോ? ഒന്നാമത്താണോ, രണ്ടാമത്താണോ, മൂന്നാമത്താണോ? സക്സസ്ഫുൾ ലൈഫ് ഏതാണ്? മൂന്നാമത്തത് അല്ലെ? മൂന്നാമത്തതാണ്. നിങ്ങൾക്ക് ഏത് ജീവിതമാണ് വേണ്ടത്? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? മൂന്നാമത്തെ ജീവിതം അല്ലെ? അതായത് ഉമ്മക്കും ഉപ്പക്കും ഇഷ്ടമുള്ള, ഉസ്താദുമാർക്ക് സ്നേഹമുള്ള, നാട്ടുകാർക്കും നമ്മുടെ പിരിശമുള്ള, നല്ല സ്കൂളിലും മദ്രസയിലും നന്നായിട്ട് പഠിക്കുന്ന, നല്ല ഒരു കഴിവുള്ള ഒരു ലൈഫ് അല്ലെ? അതൊക്കെയാണ് സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ആവണം അല്ലെ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് വേണം പ്രിയപ്പെട്ട മക്കളെ. നമ്മൾക്ക് അള്ളാഹു നൽകിയ ജീവിതത്തിൽ നമുക്കൊരു സക്സസ് എന്നത് വേണം, വിജയം ഉണ്ടാവണം.
നമ്മൾ ഒന്നും അല്ലാത്ത, എന്തിലും ഉഷാറില്ലാത്ത ഒരാളായിട്ട് നമ്മൾ മാറാൻ വേണ്ടി പാടില്ല. നല്ല ഉഷാറുള്ള, നല്ല സക്സസ്ഫുൾ ലൈഫ് നമുക്ക് കിട്ടണം. അപ്പൊ അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അതേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കിട്ടണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട 5 കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, 5 steps to success, ജീവിതത്തിലേക്കുള്ള വിജയത്തിലേക്കുള്ള 5 സ്റ്റെപ്പുകൾ പറയാൻ. ഒന്ന്, ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം, ഒന്നുകൂടി നിങ്ങൾ ആവർത്തിക്കാണ്. ഒന്ന്, സെറ്റ് എ ഗോൾ. നിങ്ങളൊരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം. എന്ത് മക്കളെ ലക്ഷ്യം? ചെറിയ കുട്ടികൾ ചിലപ്പോൾ ലക്ഷ്യം നിലച്ചില്ലെങ്കിൽ നമുക്കറിയാലോ എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയാം. നോക്കൂ, നമുക്കൊരു മങ്ങാൽത്തിന് പോകണം എന്ന് വിചാരിച്ചോളൂ. ഒരു മങ്ങാൽത്തിന് നമുക്ക് പോകണം. നമ്മളെ പഠിപ്പിച്ച മുന്നത്തെ ഒരു ഉസ്താദ്, ആരും ആയിക്കോട്ടെ, കല്യാണം കഴിയാത്ത ഒരു ഉസ്താദ് നമ്മളെ കല്യാണത്തിന് വേണ്ടി വിളിച്ചത്, നമുക്ക് അവിടേക്ക് പോകണം അല്ലേ? ആ പോണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്താ അറിയണം? പോണെങ്കിൽ എന്തറിയണം ഫസ്റ്റ്? നീക്ക് ഉസ്താദിന്റെ മംഗലത്തിന് പോണം എങ്കിൽ നീക്ക് ഫസ്റ്റ് എന്താണ് അറിയേണ്ടത്? ഉസ്താൻ അറിയണം. ഉസ്താൻ ഓൾറെഡി നീക്ക് അറിയുമല്ലേ? കേട്ടിട്ടില്ല? പറഞ്ഞോ. മംഗല ഓടൻ അല്ലെങ്കിൽ പൊര അല്ലെ, ഉസ്താന്റെ പൊരയേട അതറിയണം അല്ലേ? അല്ല ഇനി ഹോളിലെ മംഗലാണെങ്കിൽ ഹോളേട് അതറിയണല്ലോ ഫസ്റ്റ്. അപ്പൊ ഇവിടെ നിങ്ങളെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ ഉദ്ദേശം എന്താണ്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? മംഗലത്തിന് പോവാ എന്നുള്ളതാണ് ഉദ്ദേശം, മംഗലത്തിന് പങ്കെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അല്ലേ? എന്നാൽ ആ ഉദ്ദേശം നിങ്ങൾക്ക് പൂർത്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് അത്? എവിടെയാണ് മംഗലം നടക്കുക അത് നിങ്ങൾക്ക് അറിയണം. ആ സ്ഥലം അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ലോകത്തെല്ലായിടത്തും ചുറ്റിയിട്ട് ഒരു കാര്യം ഉണ്ടാ? ഇല്ല, കാര്യമില്ല അല്ലെ? ആ പോയിന്റ് എവിടേക്കാണ് നിങ്ങൾ എത്തേണ്ടത്, ആ പോയിന്റ് നിങ്ങൾക്ക് അറിയണം അല്ലെ? അത് മാത്രം അറിഞ്ഞാൽ മതിയാ? പിന്നെ എന്തറിയണം? നിങ്ങൾക്കൊരു അറിഞ്ഞു കേരളത്താണ് പോരെന്ന് അറിഞ്ഞു, കേരളത്താണ് പോരാ, കോഴിക്കോടാണ് പോരാ. ഓക്കെ, അവിടേക്ക് പോകണമെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം? പറഞ്ഞോളി. കോഴിക്കോട് ഏടം. പിന്നെ കോഴിക്കോട് കേരളത്താണ് നിറഞ്ഞു. പിന്നെന്തറിയണം? പിന്നെ പറഞ്ഞോളി. വേറെന്തറിയണ്ട? കോഴിക്കോട്. നിങ്ങൾ ഓക്കെ, നിങ്ങൾക്ക് നാളെ കോഴിക്കോടേക്ക് പോകണം. ഇപ്പൊ നിങ്ങൾ എങ്ങനെ പോവും? നിങ്ങൾ എങ്ങനെ പോവും കോഴിക്കോടേക്ക്? വെഹിക്കിള്. എന്ത് വെഹിക്കിള്? കാറില്. ഓക്കെ, കാറിൽ പോകണമെങ്കിൽ ഏതിലൂടെ പോകണം? ഏതാണ് വഴി? ഏതാണ് അതറിയണ്ടേ? എങ്ങനെ പോവും? മാപ്പ് ഇട്ട് പോവും. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ ഇട്ട് പോവും. എനിവേ ഓക്കെ, അത് സ്മാർട്ടാണ്, അത് സ്മാർട്ട് വർക്കാണ് ലൊക്കേഷൻ ഇട്ട് പോവുക എന്നുള്ളത് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ട്രെയിനിൽ പോകണമെങ്കിലോ ലൊക്കേഷൻ ഇട്ട് കാര്യമുണ്ടാ? ഇല്ല. നമ്മൾ എവിടെ പോകണം ട്രെയിനിൽ പോകണമെങ്കിൽ? ഇവിടുന്ന് ഒന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എവിടെ, ഒന്നെങ്കിൽ കാസർഗോഡ് പോകണം അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം അല്ലേ? ട്രെയിനിന്റെ സമയം അറിയണ്ടേ? എപ്പോഴും പോയിട്ട് കാര്യമുണ്ടാ? ഇല്ല. എപ്പോഴാണ് ട്രെയിൻ ഉള്ളത് കാലിക്കറ്റിലേക്ക്, ആ സമയത്ത് പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ സെറ്റാക്കി അതുപോലെ നമ്മൾ പോയാലാണ് നമ്മളെ ഗോളായ ഇന്ന നാട്ടിലേക്ക്, കാലിക്കറ്റിലേക്ക്, ആ കല്യാണത്തിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ അല്ലേ? അപ്പോൾ ഒരു ഗോള് നമുക്ക് പ്രധാനപ്പെട്ടത് വേണമെന്നാണ്. ഫസ്റ്റ് നമ്മളെ ലൈഫിൽ ഞങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ആവണം, ഞാൻ ജയിക്കണം ഈ ലൈഫിൽ. ഞാനിങ്ങനെ തോറ്റിട്ട് ഒന്നും അല്ലാത്ത ആളാവാൻ വേണ്ടി പാടില്ല. എൻ്റെ ഉമ്മക്കും പക്കം പ്രൗഡാവുന്ന, നാട്ടിന് അഭിമാനമാകുന്ന, എൻ്റെ ഉസ്താദന്മാർക്ക് അഭിമാനമുണ്ടാകുന്ന ഒരാളായിട്ട് ഞാൻ മാറണം. എന്താണ് ആ ഗോള് വേണം. വാട്ട് യു വാണ്ട് ടു ബിക്കം ഇൻ ദ ഫ്യൂച്ചർ? നിങ്ങളുടെ ഭാവിയിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ വർഷത്തെ പബ്ലിക് പരീക്ഷയിൽ ഒരു ടോപ്പ് പ്ലസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ എങ്കിലും എനിക്ക് വേണം. അതൊരു ഗോളായിട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതെല്ലാം ഒരു ടെമ്പററി ഗോളാണ്, സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ SLC പരീക്ഷ എഴുതുന്ന ഇവിടെ ആരുണ്ടാവില്ലേ? ചെറിയ കുട്ടികളല്ലേ? SLC പരീക്ഷയിൽ ഉണ്ടാ? SLC ഈ വർഷം ഉണ്ടാ? ഓക്കെ, SLC ഓക്കെ. SLC പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ എല്ലാത്തിലും A+ അല്ലെങ്കിൽ എനിക്ക് ടോപ്പ് മാർക്ക്, ഡിസ്റ്റിങ്ഷൻ എടുക്കുന്ന ഒരാളായിട്ട് ഈ വർഷം എനിക്ക് മാറണം. ഇപ്പോഴന്നെ നമ്മൾ ആ ഗോള് സെറ്റ് ചെയ്യണം. ഇനി അതല്ല, ലൈഫിലേക്കുള്ള ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവേണ്ടത്? ആരെങ്കിലും ഇവിടെ ഗോൾ ഉണ്ടാ? ഞാനിപ്പോ ചോദിച്ചെങ്കിൽ ആര് മറുപടി പറയും? വാട്ട് യു വാണ്ട് ടു ബിക്കം ഇൻ ദ ഫ്യൂച്ചർ? ആരെങ്കിലും ഒന്ന് 2 ആൾ മറുപടി പറഞ്ഞോ? പറഞ്ഞോ എന്താണ് വേണ്ടത്?
ആ ഡോക്ടർ ആവണം അല്ലേ? ഡോക്ടർ ഒന്നുകൂടി ഓക്കെ, നല്ലതാണ്. അള്ളാഹു ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. മോളെ ഒന്നുകൂടി ഞാൻ ചോദിക്കാണ്, ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീൽഡ് ഉണ്ടാവുമല്ലോ, അപ്പൊ ഏത് ഫീൽഡിലാണ് നിന്റെ ഡ്രീം? സർജറി. ഓക്കെ, വെരി ഗുഡ്. ഇരിക്കും. അങ്ങനെ ഒരു കൃത്യമായ ഗോള് നമ്മൾ വെക്കുമ്പോൾ കൃത്യമായി നമ്മൾ പറയണം ഇന്ന ഫീൽഡാണ്. റെഡി? ഇനി വേറെ ആരെങ്കിലും ഒരു രണ്ടാൾ കൂടി എന്താണ് ഗോള് സെറ്റ് ചെയ്ത ആളുകൾ, എനിക്കിതാവണം എൻ്റെ ഫ്യൂച്ചറിൽ? ആരെങ്കിലും ആളുകളെ ഭാഗത്തുനിന്ന് ഒരാൾ? എനിക്കൊരു ഗോളില്ല ഉസ്താദ്, ഇങ്ങനെ പോകുന്നത് അല്ലേ? ആരെങ്കിലും ഉണ്ട്? ആളുകളെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടാവും? അവനെന്തോ ഒരു ഗോൾ ഉണ്ടെന്ന് കാണുന്നല്ലോ വീട് കാണുമ്പോൾ. പറഞ്ഞ പോലെ എന്തോ പറയാൻ ഏസിയാണ്. എന്തുണ്ടാ പോലെ? നിനക്ക് ഓൻ പറഞ്ഞോ? എന്തെങ്കിലും ഒന്ന് എഴുന്നേറ്റുന്നു. എന്റെ പേരെന്ത് മോന്റെ? നീ എന്നെ നിന്റെ പേരെന്ത്? പേരെന്ത് നിന്റെ? സെയ്ദ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞോളി. എന്തെങ്കിലും സെറ്റ് ചെയ്തിനാ? ഗോൾ എന്തെങ്കിലും ഉണ്ടോ? വീഡിയോഗ്രാഫർ. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഒരു വലിയൊരു സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്. ഏതാണ്? ഇൻഷാ അല്ലാഹ്. ഇനി ഒരാള് പെണ്ണുങ്ങളെന്ന് SSLC പറഞ്ഞു സെറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ എനിവ. അപ്പൊ ഓക്കെ, റെഡി. ശ്രദ്ധിച്ചോളി മക്കളെ. അപ്പൊ ചില ആളുകൾ ഗോൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചില ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല. അത് ആ ടൈമിൽ നമ്മൾ നോക്കാന്ന് ചിന്തിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു ചെറിയ കുട്ടികളാണ്, എന്നാലും കുറച്ചും കൂടി വലിയ ക്ലാസ്സിലുള്ള 8, 9, 10 പഠിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോഴെന്നെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്താവണം ഭാവിയിൽ? എനിക്ക് നല്ല ഒരു ആലിമാവണം, അതും ഒരു ലക്ഷ്യമാണ് അല്ലെ? എനിക്കൊരു വലിയൊരു ആലിമാവണം, അല്ലെങ്കിൽ എനിക്കൊരു 100, 150 മുതഅല്ലിമുള്ള വലിയൊരു മുദരിസായിട്ട് മാറണം, വലിയ സമസ്തന്റെ ഒരു മുഷാവറ മെമ്പർ ഞാനാവണം. അല്ലെങ്കിൽ ഭൗതികപരമായിട്ട് എനിക്ക് നല്ല ഒരു സിവിൽ സർവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു IAS ഓഫീസർ ആവണം, എനിക്ക് ഒരു കളക്ടർ ആവണം, ഒരു ജില്ലയുടെ കളക്ടർ ഞാനാവണം. അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു എംപ്ലോയി, എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടണം. അതിൽ ഗോളാക്കണം. നമ്മൾ എന്താ അറിയോ, ഗോൾ തന്നെ പറയുമ്പോൾ നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ, ഇത് മാത്രം നമ്മൾ സെറ്റ് ചെയ്യുക, വേറെ ഒന്നിലൊക്കെ നമ്മൾ ചിന്തിക്കാല. ഈ ഗവൺമെന്റ് ഫീൽഡിൽ നമ്മളെ മുസ്ലിമീങ്ങളെല്ലാം ഭയങ്കര കുറവാണ്. ഭയങ്കര സാലറിയാണ് മക്കള്. ഗവൺമെന്റ് ഫീൽഡിലേക്ക് നമ്മൾ പോയെങ്കിൽ, ടീച്ചിങ്ങിലേക്ക് തന്നെ നമ്മൾ പോയെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ 15,000 20,000 ടീച്ചിങ് സാലറി. പക്ഷെ നമ്മൾ ഗവൺമെന്റിലേക്ക് വരുമ്പോൾ 50,000 എബോവാണ്, 50,000 മുകളിലാണ് ഗവൺമെന്റിലേക്ക്. പക്ഷെ പണി കമ്പയർ ആക്കുമ്പോൾ ചെറിയ പണി ഏതിലാണ്? ഗവൺമെന്റിലാണ് ചെറിയ പണിയുള്ളത്. അപ്പൊ ഗവൺമെന്റ് ഫീൽഡിലേക്ക് നമ്മൾ മുസ്ലിമീങ്ങൾ ഭയങ്കര കുറവ്. ഫുള്ള് മറ്റുള്ള ഹിന്ദുക്കള്, ക്രിസ്ത്യാനികളോട് ജാസ്തി നമ്മളാൾക്കാർ പോകുന്നില്ല. എന്തേ? നമ്മളാൾക്കാർ പഠിച്ചിട്ട് നമ്മൾ വേഗം പണി കിട്ടണം, വേഗം ദുബൈക്ക് പോകുന്നത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുന്നത്. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് മുസ്ലിമീങ്ങൾക്ക്. ഇതിന്റെ ബാക്കിൽ പോകാൻ KPSC എക്സാം, ഗവൺമെന്റ് എക്സാം എഴുതിയിട്ട് അതിൽ വിജയിക്കണം, അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ട് എനിക്കൊരു കളക്ടർ ആവണം. അങ്ങനെ നമ്മളെ മുസ്ലിമീങ്ങൾ ഭയങ്കരമായിട്ട് കുറവാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതൊക്കെ പ്രധാനമായിട്ട് വേണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗോള് നമ്മൾ എന്താക്കണം അറിയോ? സെറ്റാക്കിയിട്ട് വെക്കണം. അങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചില്ലെങ്കിൽ എന്താവും? പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സക്സസ് കിട്ടാല. ഒരിക്കലും നമുക്ക് സക്സസ് കിട്ടാല. കാരണം എന്തേ? ഇപ്പൊ നമ്മൾ പ്ലാൻ ആക്കിയെങ്കിൽ എനിക്ക് SSLC കഴിഞ്ഞിട്ട് ഞാൻ ഒന്നെങ്കിൽ സയൻസ് എടുക്കണം, അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കണം. അത് എപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്? SSLC എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അല്ല ചിന്തിക്കേണ്ടത്, ഇപ്പോഴേ നമ്മൾ പ്ലാൻ ആക്കണം. അപ്പൊ അതിനെനിക്ക് ഇത്ര മാർക്ക് കിട്ടണം, അത്ര മാർക്ക് നമുക്ക് കിട്ടിയിരിക്കണം, എന്നാലേ എനിക്ക് നല്ല ടോപ്പ് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അവിടെ അഡ്മിഷൻ കിട്ടിയാലേ എൻ്റെ സക്സസ്സിലേക്ക് ഞാൻ പോവുള്ളൂ. അപ്പം അതുകൊണ്ട് മുന്നേ നമ്മൾ പ്ലാൻ ആക്കി വെക്കാം. മുന്നേ പ്ലാൻ ആക്കി വെച്ചില്ലെങ്കിൽ അത് നമുക്കൊരു യഥാർത്ഥ ജീവിതത്തിൽ, യഥാർത്ഥ ഒരു സക്സസ്സിലേക്ക്, വിജയത്തിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിജയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മറന്നോയാ? സെറ്റ് എ ഗോൾ. നമ്മൾ എന്താക്കണം? ഒരു ഗോള് സെറ്റാക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പ്രാവശ്യം ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ എല്ലാവരോടും ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് പറയൂലേ? എല്ലാവരും പറയൂലേ എന്തെങ്കിലും? ചെറിയ മക്കെന്നിരിക്കുന്നത് എന്ത് ഉസ്താദ് ചെറുതല്ലേ? അപ്പൊ എല്ലാവരും പറയൂലേ ഗോൾ എന്തുണ്ടെന്ന്? ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒരു നല്ല ഒരു ലക്ഷ്യം, ഒരു ഡ്രീം നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ബിലീവ് ഇൻ യുവർ സെൽഫ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ പറ്റി നിങ്ങൾക്കൊരു പോസിറ്റീവായ ചിന്തകൾ വേണം. ഇപ്പൊ ഞാനിങ്ങനെ നിങ്ങളൊരു ഗോള് സെറ്റാക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഡോക്ടറാ, അതല്ലേ എന്നെ കൊണ്ടാന്ന് പോകുന്ന വിഷയമല്ല. പബ്ലിക് പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനാ, അതെന്ത് എന്നെ കൊണ്ട് കഴിയുന്നത് എന്തോ അല്ല. അങ്ങനെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. ഒന്നും എന്നെ മക്കളെ,
നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകൾ എവിടെ ആയിക്കോട്ടെ, മദ്രസയിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, ജീവിതത്തിൽ അവർ ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് എത്തും എന്ന് ഉറപ്പുള്ള നിങ്ങൾ ഒരു ഗസ് ചെയ്യുന്ന ഓരെന്തായാലും ജീവിതത്തിൽ വിജയിക്കും, ഒരു നല്ലൊരു നിലയിലേക്ക് ലൈഫിൽ എത്തും, ഫ്യൂച്ചറിൽ എത്തും, അങ്ങനെ എത്തും നിങ്ങൾ വിചാരിക്കുന്ന ഒരു 4 ആളുകളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഒരു 4 ആള് ആര് നിങ്ങളെ ചങ്ങായിമാരയിൽ ഓൻ നല്ല ഉഷാറാവും, പിന്നെ ഫ്യൂച്ചറിൽ ഭയങ്കര ഉഷാറാവും എന്ന് നിങ്ങൾ പറയണ്ട, ആരോട് പറയണ്ട, മനസ്സിൽ നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി. ഒരു 4 ആൾ വിചാരിച്ച നിങ്ങൾക്ക് ആരെങ്കിലും വിചാരിച്ച വിചാരിച്ചു അല്ലേ? ഓക്കെ. ഇതില് നിങ്ങൾ സിൻസിയർ ആയിട്ട് പറയാം, ഇതില് ആ 4 പേരുണ്ടാവല്ലോ, ആ 4 പേരിൽ ഒരു പേര് നിങ്ങളെപ്പറ്റി നിങ്ങളൊരു പേര് കൂടെ അതിൽ ഉൾപ്പെടുത്തി ആരെങ്കിലും ഒന്ന് കയ്യെത്തിക്കോളി. നിങ്ങളെ പേര് 4 ആളുകളിൽ ഞാനുണ്ട്, എൻ്റെ പേര് ഒരാള്, വേറെ ആരെങ്കിലും ഒരേ ആൾ. അപ്പൊ നോക്കി എന്തുകൊണ്ട് 4 ആളുകളെ പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതിൽ ഞാനും എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പേര് ഉൾപ്പെടുത്തിയില്ല? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെപ്പറ്റി നമുക്കൊരു നല്ല ചിന്ത ഫസ്റ്റ് വേണം. ഞാൻ ഉഷാറാവും, ഇൻഷാ അല്ലാഹ് ഞാൻ ഉഷാറാവും എന്നുള്ളൊരു ചിന്ത എന്നെ കൊണ്ട് കഴിയും. നല്ല പരീക്ഷയിൽ നല്ല മാർക്ക് എടുക്കാൻ, SLC പരീക്ഷയിൽ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൽ മദ്രസയിൽ നല്ല മാർക്ക് എടുക്കാൻ അത് എന്നെ കൊണ്ടൊന്നും കഴിയില്ല. അങ്ങനല്ല, എന്നെ കൊണ്ട് കഴിയും. ഒരു പ്രസംഗം നിന്നെ കൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി കഴിയുമെന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ യാ ഉസ്താദ് എന്നോട് ചൊല്ലിട്ടുണ്ട്, എന്നെ കൊണ്ട് നാന്ന് പോകുന്ന വിഷയമെല്ലാം അങ്ങനല്ല, പിന്നെ എന്നെ കൊണ്ട് കഴിയും. 4 ആളുകൾക്ക് മുന്നിൽ നിന്നിട്ട് പറയാനുള്ള ധൈര്യമാണ് കൊണ്ട് ആർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോണ്ട് എനിക്കതിനെ കഴിയും. അങ്ങനെ നമ്മളെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് വിശ്വാസം വേണം. ഞാൻ പഠിക്കും, ഞാൻ ഉഷാറാവും, ഞാൻ നന്നാവും. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലേ നമ്മൾ വിജയത്തിലേക്ക് എത്തുള്ളൂ, അല്ല നമ്മൾ ഒരിക്കലും വിജയത്തിലേക്ക് എത്തൂല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഗൂഗിളിലെ മക്കളെ യൂട്യൂബിൽ നമ്മൾ ഹിച്ചിക് എന്ന് അടിച്ചു കൊടുത്തെങ്കിൽ ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറെ നിങ്ങൾക്ക് കാണാം. ഹിച്ചിക് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഒരു അമേരിക്കൻ സ്പീക്കറാണ് അയാൾ. ഭയങ്കര എഴുത്തുകാരൻ, ഓഥറാണ്, ഭയങ്കര എഴുത്തുകാരൻ, റൈറ്ററാണ്. മനസ്സിലായി? റൈറ്റർ എന്നല്ലെങ്കിൽ അറിയില്ലേ അല്ലേ? അയാൾ ഭയങ്കര സ്പീക്കറാണ്, ഭയങ്കര പ്രഭാഷകനാണ്. അയാൾ ക്ലാസ് എടുക്കുന്ന ആളാണ്. അതേപോലെ ഭയങ്കരമായിട്ട് സ്വിം ചെയ്യുന്ന ആളാണ്, നീന്തുന്ന മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് ടാലന്റ് ഉള്ള വലിയ ഒരാളാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അയാളെ ഫോട്ടോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു പോവും, ഇയാളെ പറ്റിയ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞത്. എന്താണെന്നറിയോ? അയാൾക്ക് 2 കൈകളില്ല, അയാൾക്ക് 2 കൈയില്ല, കാല് ഇത്രയേ ഉള്ളൂ, ഫുള്ളായിട്ട് അയാൾക്ക് 2 കാലും ഇല്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇന്ന് സ്വിമ്മ് ചെയ്യുന്നു, നീന്തുന്നു. 2 കൈയും കാലുണ്ടായി നമ്മളിൽ എത്ര ആൾക്ക് നീന്താൻ അറിയുന്ന ചിന്തിച്ചാൽ മതി അല്ലെ? നീന്തുന്നു, അയാൾ എഴുതുന്നു, എഴുത്തുകാരനാണ്, പുസ്തകങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അയാൾ നല്ല പ്രഭാഷകനാണ്, ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം പബ്ലിക്കിനോട് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇയാൾ പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ഒരു ടേബിളിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ്, എല്ലാവരും കാണണമല്ലോ, അവിടുന്ന് മുകളിലേക്ക് കയറിയിട്ടാണ് അയാൾ പ്രസംഗിക്കുക. ഒരു ദിവസം ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ എന്തായെന്ന് പറഞ്ഞാൽ ടേബിളിന്റെ താഴേക്ക് വീണു. അങ്ങനെ വീണപ്പോൾ ചില ആൾ നല്ലാക്കി ബേജാറായി. ഓഡിയൻസിന് ഒരു ബേജാറാവല്ലേ, കൈയും കാലില്ലാത്ത ഒരാളല്ലേ അല്ലേ? അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ നിലത്തിങ്ങനെ കിടന്നിട്ട് അയാൾ ഓഡിയൻസിനോട് ചോദിച്ച്, ഞാൻ ആരുടെയും ഹെൽപ്പില്ലാതെ, ആരുടെയും സഹായമില്ലാതെ എൻ്റെ തലേനെ ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആക്കി നിലത്ത് കൊടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഈ ടേബിളിലേക്ക് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ശ്രമിച്ചെങ്കിൽ എന്നെ കൊണ്ട് കഴിയുമോന്ന് ചോദിച്ചു. അങ്ങനെ ആരും സഹായം ഇല്ല അല്ലേ, സഹായം വേണം, കയ്യും കാലില്ലാത്ത മനുഷ്യനല്ലേ, ആരുടെയും ഹെൽപ്പില്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഈ ടേബിളിന്റെ മീത്തൊക്കെ കയറിയിട്ടിരുന്നാൽ എന്നെ കൊണ്ട് അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്ന് ഓഡിയൻസിനോട് അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ ഓഡിയൻസ് എല്ലാവരും പറഞ്ഞു നോന്നർ, കയ്യാലാന്ന് പറഞ്ഞു, അത് പ്രയാസമാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഒരു തല ഇങ്ങനെ സപ്പോർട്ടിന് ഇങ്ങനെ കൊടുത്തിട്ട് നല്ല സഹായമൊന്നും ഇല്ലാതെ ടേബിളിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചപ്പോൾ അയാൾ പിന്നെയും താഴേക്ക് തന്നെ വീണു, ആ മനുഷ്യൻ. അപ്പൊ എല്ലാവർക്കും ഒരു ബേജാറായി പിന്നെയും. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ ഒന്നുകൂടി ഇഫ് ഐ ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ വിൽ ഇറ്റ് പോസിബിൾ, ഞാൻ ഒന്നുകൂടി ശ്രമിക്കട്ടെ, എന്നെ കൊണ്ട് കഴിയോ? അപ്പൊ ഓഡിയൻസ് പറഞ്ഞു വേണ്ട, വേദന ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, വേണ്ട എന്ന് പറഞ്ഞു. അയാൾ പിന്നെയും ശ്രമിച്ചു, പക്ഷെ അയാൾ പിന്നെയും താഴേക്ക് വീണു.
അയാൾ വീണ്ടും ചോദിച്ചു ഓഡിയൻസിനോട്, ഇഫ് ഐ ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ വിൽ ഇറ്റ് പോസിബിൾ, ഞാൻ ഒന്നുകൂടി ശ്രമിക്കട്ടെ? ആൾക്കാരെല്ലാം പറഞ്ഞു വേണ്ട വേണ്ട. അങ്ങനെ 4 പ്രാവശ്യവും അയാൾ അതേപോലെ ശ്രമിച്ചു. പക്ഷെ 4 പ്രാവശ്യം അയാൾ വീണു. 5ാമത്തെ പ്രാവശ്യം ഓഡിയൻസിനോട് ചോദിച്ചു, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയെങ്കിൽ എന്നെ കൊണ്ട് കഴിയോ? അപ്പോഴും ഓഡിയൻസ് എല്ലാവരും പറഞ്ഞു വേണ്ട ഇച്ചിക്ക് വേണ്ട, അത് പ്രയാസാണ്. അയാൾ ആ 5ാമത്തെ പ്രാവശ്യവും തൻ്റെ എല്ലാ സ്ട്രെങ്ത്തും എല്ലാ പവറും കൊടുത്തിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചു, അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അങ്ങനെ തലയുടെ സഹായത്തോടു കൂടെ അയാൾ കയറിയിരുന്നിട്ട് ആ ടാബിലേക്ക് ഇങ്ങനെ അയാൾ കയറി നിന്നു, ആരെ സഹായം ഇല്ലാതെ. അയാളിങ്ങനെ നിന്നിട്ടാകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ഭയങ്കര ക്ലാപ്പ് അടിച്ചു. 5ാമത്തെ അറ്റംപ്റ്റിൽ ഒരാളുടെയും സഹായമില്ലാതെ അയാൾ ആ ടാബിലേക്ക് കയറിയിരുന്നു, നിന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഭയങ്കര അത്ഭുതമായി. എന്നിട്ട് അയാള് അവിടുത്തെ ഓഡിയൻസിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. നമ്മൾ എപ്പോഴും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെക്കേണ്ട ഒരു വാക്കാണ്. നമുക്ക് കയ്യാലാന്ന് ചിന്തിക്കുമ്പോൾ പരീക്ഷയിൽ നല്ല മാർക്ക് എടുക്കാൻ എന്നെക്കൊണ്ട് ജസ്റ്റ് പാസ്സാകുന്ന ആളാണ് ഞാൻ, എന്നെക്കൊണ്ട് നന്നായിട്ടൊന്നും പഠിക്കാൻ വേണ്ടി കയ്യാല, അങ്ങനെ ചിന്തിക്കുന്ന ആള് മനസ്സിൽ കരുതി വെക്കേണ്ട ഒരു വാക്കാണ്. പ്രസംഗിക്കാൻ വേണ്ടി ഉസ്താദ് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇതൊന്നും കഴിയല, പാട്ട് പാടിയിട്ട് 1ാം സ്ഥാനത്ത് തന്നെ എന്നെ കൊണ്ടൊന്നും കഴിയല, അങ്ങനെ ചിന്തിക്കുന്ന ആൾ. ഭാവിയിൽ ഡോക്ടറാവാൻ എന്നെ കൊണ്ട് കഴിയില്ല, എഞ്ചിനീയർ ആവാൻ എന്നെ കൊണ്ട് കഴിയില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആള് നമ്മുടെ ഹൃദയത്തിൽ മാർക്ക് ചെയ്ത് വെക്കേണ്ട ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് നോ ലെഗ്സ്, I have no legs, no arms, no worries. But you have 2 legs, 2 arms, 2 worries. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം ആ വാക്ക്. I have no legs, no arms, no worries. You have 2 legs, 2 arms, 2 worries. അതാണ് ആ പറഞ്ഞ വാക്ക്. ഈ വാക്കിന്റെ അർത്ഥം അറിയുന്നതാണോ എഴുന്നേറ്റ് നിൽക്കും. ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് എത്ര ഈസിയാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിലുള്ള ഒരാളല്ലോ, ഒരാളല്ല, വേറെ കുറെ ആൾക്കറിയാം, ഞങ്ങൾക്കറിയാം. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയുന്ന ആള് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഇത്ര മക്കളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കെല്ലാം പോകുന്ന മക്കളുണ്ട്. ഇത് വേണ്ട, ഇത് 1ാം ക്ലാസ് എത്തിങ്ങനെ അർത്ഥം. ഐ ഹാവ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ ഹാവ് നോ ലെഗ്സ്, നോ ആംസ്, നോ വറീസ്. ബട്ട് യു ഹാവ് 2 legs, 2 arms, 2 worries. ആർക്കറിയാം? അറിയുന്ന ആളുകൾ എന്നിട്ട് നിൽക്കാം. 2 പിന്നെ ഓക്കെ, ഞാൻ ഇനി ചോദിക്കുന്നില്ല. എനിവേ കുറെ പേര് നിർബന്ധിച്ച് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ 2 ആളിൽ ഇപ്പൊ ആര് പറയും? മറ്റേ നിന്റെ പേരെന്ത് മോളെ? നിത ഓൾറെഡി കുറച്ച് സാധനങ്ങൾ സംസാരിച്ചുകൊണ്ട് പറയോ? റെഡി ഉണ്ടാ? ഓക്കെ അല്ലേ? പറഞ്ഞോ. ഐ ഹാവ് നോ ലെഗ്സ്. തെറ്റിങ് പ്രശ്നമില്ല. എനിക്ക് കാലില്ല. ഓക്കെ. നോ ആംസ്, ARM, ആംസ്, കൈകളില്ല. ഓക്കെ. നോ വറീസ്, ടെൻഷനുമില്ല. ഓക്കെ, വെരി ഗുഡ്. അതെ. ബട്ട് യു ഹാവ് 2 legs, നിനക്ക് 2 കാലുണ്ട്. 2 arms, 2 കൈയുണ്ട്. 2 worries, 2 അല്ല അവിടെ, 2 worries, കുറെ ടെൻഷൻ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മാഷാ അല്ലാഹ്. ഇരിക്കും. ഒരു ചെറിയൊരു ക്ലാപ്പ് കൊടുത്താലോ കുട്ടിക്ക്? വല്ല ഇതിൽ വെരി ഗുഡ്. നിതാനെ പ്രശംസിക്കുന്നുണ്ട്. നിതാവിന് ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അവസരം കൊടുക്കാത്തതാണ്. ഇനി ഞാൻ സിൻസിയർ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇതിന്റെ അർത്ഥം ഇപ്പൊ കുട്ടിയുടെ പേരെന്ത്? തൻവീസ. അവള് പറഞ്ഞതിന്റെ അർത്ഥം, ഇതേ അർത്ഥം അനക്കും അറിയാം. പിന്നെ പടയല്ല, ഞങ്ങൾക്കറിയാം, അറിയാം. ഞാൻ പറയാത്തതാണ്. എന്തെങ്കിലും പേടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഏസിക്കാതെ ഉണ്ടാവാം, തെറ്റിപ്പോയി അല്ലെ, അതുകൊണ്ട് ഞാൻ പറയാത്തതാണെന്ന് അറിഞ്ഞാൽ ഒന്ന് കൈയെത്തിക്കോളി. ഈ ഓൾറെഡി എനിക്ക് ഇതിന്റെ അർത്ഥം അറിയാന്ന് പറയുന്ന ആള്. ഞാൻ വട ഇതൊന്നും ഇരിക്കാനോ, പേടിക്കണ്ട. ഒന്ന് കൈയെത്തിക്കോളി. അനക്ക് അതിന്റെ അർത്ഥം അറിയാഞ്ഞ്, എന്നാലും ഒരു ഡൗട്ട് ഉണ്ടാഞ്ഞ്, പിന്നെ പറയാൻ കുറച്ച് പേടിയായി, അല്ലെങ്കിൽ തെറ്റിപ്പോയിണ്ട ആൾക്കാർ കളിയാക്കും, അങ്ങനെല്ലാം ഒരു പേടി കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കൈയെത്തി. ആരുമില്ല, അപ്പൊ ആർക്കും അറിയാലോ? അറിയാഞ്ഞ്. പിന്നെ ഓക്കെ, ഇനി വിട്, ആ മാറ്ററോട് ഒഴിവാക്കി. ഓക്കെ, ഞാൻ ഈ സെന്റൻസിലേക്ക് ഞാൻ കിടക്കാം. നോക്കി ശ്രദ്ധിച്ചോളി മക്കളെ. അദ്ദേഹം പറഞ്ഞത് നോക്കി. ഐ ഹാവ് നോ ലെഗ്സ്, എനിക്ക് എന്തില്ല? കാലില്ല. നോ ആംസ്, കൈകളില്ല. നോ വറീസ്, ടെൻഷനും ഇല്ല അല്ലെ. ബട്ട് യു ഹാവ് 2 legs. ഓഡിയൻസിനോട് പറയാണ് അല്ലെ. അദ്ദേഹം പറയുന്നു എനിക്ക് കൈയില്ല, കാലില്ല, ടെൻഷൻ ഇല്ല. ഓഡിയൻസിനോട് പറയാണ് ബട്ട് യു ഹാവ് 2 legs. നിങ്ങൾക്ക് എന്തുണ്ട്? 2 കാലുണ്ട്. 2 arms, 2 കൈകളുണ്ട്. 2 worries, കുറെ ടെൻഷനുമുണ്ട്. എന്തിനാ അയാൾ പറഞ്ഞെന്നറിയോ?
ഞാൻ നിങ്ങളോട് എന്നെ കൊണ്ട് ആരുടെയും സഹായമില്ലാതെ ഈ ടേബിളിലേക്ക് കയറാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറ്റില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾക്ക് ടു വറീസ്, നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങൾക്ക് കൈയുണ്ട്, നിങ്ങൾക്ക് കാലുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പേടിയും നിങ്ങൾക്കുണ്ട്. പക്ഷെ എനിക്കങ്ങനല്ല. പിന്നെ എനിക്ക് കൈയുമില്ല, കാലുമില്ല, എനിക്ക് പേടിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവ ചെയ്തത്. നേരത്തെ പിന്നെ ആരൊക്കെ ഇതിന്റെ അർത്ഥം അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടും എഴുന്നേൽക്കാത്ത ആളുകളുണ്ടാവും. എന്തേ? പേടിയാണ്. എന്ത് ഞാൻ പറഞ്ഞെങ്കിൽ തെറ്റിപ്പോയെങ്കിലാ, അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയെങ്കിലാ, അതൊരു പേടി. നമുക്ക് പലപ്പോഴും പേടിയാണ് മക്കൾ. പേടി നമ്മൾ ഒഴിവാക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ എന്നെ പറ്റി ചിരിക്കും, എന്നെ പറ്റി കളിയാക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. അത് നമ്മൾ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളെ പറ്റിയുള്ള ഒരു പോസിറ്റീവ് ചിന്ത, ഒരു തിങ്ക് നമുക്ക് വേണം. എന്നെ കൊണ്ട് കഴിയും. ഞാൻ പേടിച്ചിട്ട് മൂലക്കിരുന്ന് ഒന്നും ഒരു സ്മാർട്ടല്ലാതെ പോവേണ്ട ആളല്ല. ഞാൻ നല്ല ഉഷാറാവേണ്ട ആളാണ്. ഞാൻ മാതാപിതാക്കൾക്ക് പ്രൗഡാവാൻ എന്നെ കൊണ്ട് കഴിയും എന്നൊരു ചിന്ത നമ്മുടെ കൽബില്, നമ്മുടെ ഹൃദയത്തിൽ വേണം. അതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അത് നമ്മുടെ വിജയത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. എല്ലാ കാര്യത്തിലും, എന്ത് കാര്യത്തിലാണെന്ന് നമുക്ക് വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി ചോദിക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സെറ്റ് എ ഗോൾ. 2, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാ കോൺഫിഡൻസോടുകൂടി നമ്മളൊരു ഡ്രീം സെറ്റ് ചെയ്തു. അത് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് പൊരലിങ്ങനെ മുണ്ടാതിരുന്നെങ്കിൽ മതിയാവോ? ഇല്ല അല്ലേ? നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാം ഉദാഹരണത്തിലേക്ക് അടക്കാം. നമ്മൾ ഉസ്താദിന്റെ കല്യാണം എവിടെ നിന്ന് അറിഞ്ഞു, അങ്ങനെ ലൊക്കേഷനെല്ലാം കിട്ടി, ട്രെയിനിന്റെ ടൈമെല്ലാം നമുക്ക് സെറ്റായി കിട്ടി. ഇതെല്ലാം അറിഞ്ഞിട്ട് പൊരയിൽ നമ്മിങ്ങനെ വെറുതെ ഇരുന്നെങ്കിൽ മംഗളത്തിന് എത്തോയില്ലേ? എത്താല അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് എന്താണ്? ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാവണം, റിസ്ക് എടുക്കാം. നമ്മൾ ഹാർഡ് വർക്ക് അധ്വാനിക്കണം, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യണം. മക്കളെ നോക്കി, നിങ്ങൾ ഒരാൾ ഒരു ഗ്രോത്ത് ലെവലിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ, ഗ്രോത്ത് സോണിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ 3 സോണുകൾ ഒരാൾ കഴിഞ്ഞിട്ട് പോകണം. ഒന്ന് കംഫർട്ട് സോണാണ്, ശ്രദ്ധിച്ചോളി. ഒന്ന് കംഫർട്ട് സോൺ, രണ്ടാമത്തത് റിസ്ക് സോൺ, മൂന്നാമത്തത് ലേണിംഗ് സോൺ, നാലാമത്തതാണ് എന്ത്? ഗ്രോത്ത് സോൺ. അങ്ങനെ പറഞ്ഞാൽ ഈ കംഫർട്ട് സോൺ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ റിസ്ക് സോണിലേക്ക് കടക്കും. റിസ്ക് സോണിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോഴ്സ് ചെയ്യും എന്തിന്? ലേണിംഗ് സോണിലേക്ക്. ലേണിംഗ് സോണിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ എത്തിച്ചേരും? ഗ്രോത്ത് സോണിലേക്ക് എത്തിച്ചേരും. എന്താണ് ഇത്? ഓരോ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം ചെറിയ ഉദാഹരണങ്ങളോട് കൂടി. കംഫർട്ട് സോൺ നമ്മൾ ഒഴിവാക്കണം. സക്സസ്സിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ കംഫർട്ട് സോൺ നമ്മൾ ഒഴിവാക്കണം. എന്താണ് ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ? പിടിച്ചോളി. ഉദാഹരണം ഒന്ന്, മൊബൈലിൽ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. മണിക്കൂറുകളോളം മൊബൈൽ റീൽസ് കാണുക എന്നുള്ളത് എന്താണ്? കംഫർട്ട് സോൺ. അതല്ല മജ. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടിയും ഇല്ല, എത്ര സമയം പോയെങ്കിൽ അറിയുന്നേയില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് കംഫർട്ട് സോൺ എന്ന് പറയാം. ഒന്ന്, മൊബൈലിൽ റീൽസ് കാണുക. ഇനി ഒരു ഉദാഹരണം നിങ്ങൾ പറയും. വേറെ ഉദാഹരണം കംഫർട്ട് സോൺ എന്താണ്? ആണുങ്ങൾ പറയാ അന്ന് കളിക്ക അല്ലെ? കളിക്ക. പിന്നെ ക്രിക്കറ്റാ കളിക്ക. ഓക്കെ, കളിക്ക. പിന്നെ മൊബൈലിൽ റീൽസ് കാണുക, കളിക്കുക. പിന്നെ വേറെ കംഫർട്ട് സോൺ ആരും എന്തോ പറഞ്ഞു. പറയുവാൻ എന്തോ പറഞ്ഞ? വീഡിയോ കാണാ. എന്ത് പറഞ്ഞോ? പേടിക്കുന്നിരുന്നു നീ. ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. വേറെ കംഫർട്ട് സോൺ, വേറെ നല്ലൊരു കംഫർട്ട് സോൺ ഉണ്ട്. ഭയങ്കര നല്ല മജാന്ന്. അത് ഭയങ്കര കംഫർട്ടാണ്. എന്ത്? ഏത്? സംസാരിക്ക. അത് ഭയങ്കര കംഫർട്ട് സോണാണ്. എന്ത്? എണ്ണുക. ഞങ്ങൾ എണ്ണുന്നല്ലേ? അങ്ങനെ ചെല്ലുണ്ടെങ്കിൽ എണ്ണുന്നല്ല. എങ്ങനെയാ മക്കളെ? ആളുകൾക്ക് അറിയാലേ നിങ്ങൾ വലിയ ഉഷാറായില്ലേ? എണ്ണുന്നല്ല. ബാക്കിയുള്ളവർ നോക്കിയിട്ട് ഭയങ്കര കളിയാക്കാൻ, ഭയങ്കര ഷെറോനെ പറ്റാതെ അവന്റെ ഡ്രസ്സിനെ കളിയാക്കുന്ന, അവന്റെ ബോഡി ഷേവിങ് ആക്കുന്ന, ബോഡി നോക്കി കളിയാക്കുന്ന എണ്ണുക. അതൊരു കംഫർട്ട് സോൺ. ഇരുന്നിട്ട് ബടായി വിടുന്ന, വേറൊരാളെ കളിയാക്കുന്ന, കുറേ നേരം, എത്ര നേരം മുണ്ടിയെങ്കിലും നമുക്ക് തീരാനില്ല. അത് കംഫർട്ട് സോണാണ്. പിന്നെ വർങ്ങ എന്നുള്ളത് എന്താണ്? കംഫർട്ട് സോണാണ് അല്ലേ? മക്കളെ ചിന്തിക്കുകയും, സുബഹി നിസ്കാരമല്ല കഴിഞ്ഞ്, സുബഹി നിസ്കാരത്തിന് എത്ര മണിക്ക് എഴുന്നേറ്റ്? 6:15. എത്ര മണിക്ക്?
പിന്നെ 4:45 കാര്യം 4:45. ബാങ്കിന്റെ ടൈം അറിയുന്നാള് പറയണ്ട ഇപ്പത്തെ സുബഹി ബാങ്കിന്റെ ബാങ്കിന്റെ ടൈം അറിയുന്നാളെന്ന് കയ്യെത്തിയ എത്ര മണിക്ക് ബാങ്ക് എന്ന് അറിയുന്ന ആള്? ഞാൻ ചോദിക്കും, കളഭയമല്ല. ഒന്ന് സുബ്ഹാനല്ലാഹ്. പ്രാർത്ഥിക്കോളൂ. എത്ര ടൈം ബാങ്ക്? 4:42. മാഷാ, വെരി ഗുഡ്. ബാക്കിയുള്ളവർക്ക് ബാങ്ക് എത്ര മണിക്കെന്ന് അറിയാലോ അല്ലേ? നോമ്പ് കഴിഞ്ഞിട്ട് സുബഹി ബാങ്ക് കേൾക്കാത്തവരുണ്ടോ ഇതില്? നോമ്പ് കഴിഞ്ഞതിന് ശേഷം സുബഹി ബാങ്ക് കേൾക്കാത്തവർ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇല്ല, കേട്ടില്ല എല്ലാവരും. എനിവേ, എന്തായാലും അപ്പൊ ഇരിക്കട്ടെ. സുബഹി നിസ്കാരത്തിന് നമ്മ മിനിമം നിങ്ങൾ എത്ര മണിക്ക് എണിക്കണം മക്കളെ? എത്ര മണിക്ക് എണിക്കണം? ഒരു മാക്സിമം 5:30 പോവരുത് ഒരിക്കലും. 5:30 നിങ്ങൾ എണിക്കണം. അതിന്റെ അപ്പുറം ഒരു 6 മണിയൊന്നൊരു അത് നല്ല ടൈമൊന്നും അല്ല നമുക്ക്. ഓക്കെ, 5:30 മണിക്കെങ്കിലും, അതിന് മുമ്പൊക്കെ ബാങ്ക് കൊടുക്കുന്ന തഹജ്ജുദ് നിസ്കരിച്ചാൽ വളരെ ഹൈർ. 5:30 നമ്മൾ എന്താക്കണം? എണിക്കണം. അതൊരു ശീലാക്കണം. അപ്പൊ നോക്ക്, സുബഹി നിസ്കാരമല്ല നമ്മളെ കഴിഞ്ഞ് ഖുർആനല്ല ഓതിയതിന് ശേഷം ഉറങ്ങുക എന്നതാണോ ഉറങ്ങാതിരിക്കുക എന്നതാണോ കംഫർട്ട് സോണ്? ഉറങ്ങാതിരിക്കുക അല്ലെ? അപ്പൊ ഉറങ്ങാന് എന്തോ ഒരു മജ. ഇനിയിപ്പോ പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോ പിന്നെ ചെല്ലണ്ട അല്ലെ? ചളിക്കുമ്പോ നല്ല പുഴച്ചിട്ട് ഉറങ്ങാൻ നല്ല രസമാവും. അത് ഭയങ്കര കംഫർട്ടാണ്. പക്ഷേ അവിടെ ഉറങ്ങാതിരിക്കുക എന്നതാണ് ഈ കംഫർട്ട് സോണ് നമ്മ അവോയ്ഡ് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കുമ്പോൾ നമ്മൾ ഏത് സോണിലേക്ക് കടക്കും? റിസ്ക് സോണിലേക്ക് കടക്കും. നോക്കി നിങ്ങൾ, ഉറങ്ങുക എന്നുള്ളത് ഭയങ്കര കംഫർട്ടാണ്. ആ സമയത്ത് ഉറങ്ങാതിരിക്കുക എന്നുള്ളത് എന്താണ്? റിസ്ക് ആണ്. സുബഹിക്ക് മദ്രസ വരുന്നവരുടെ വിഷയമല്ല പറയുന്നത്. വൈകുന്നേരം അവർക്ക് എന്തായാലും പിന്നെ ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ. നോക്കി, അപ്പൊ ഉറങ്ങാതിരിക്കുക എന്നുള്ള റിസ്ക് ആണ്. കാരണം എന്തേ? തൂക്കം വന്നോണ്ടാവും ഉറങ്ങാൻ ഭയങ്കര താല്പര്യമാണ്, മനസ്സിന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അത് ഒഴിവാക്കണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. പക്ഷെ നിങ്ങൾ അവിടെ ഉറക്കം ഒഴിവാക്കിയാൽ, നിങ്ങൾ ആ സമയത്ത് ഉറക്കം ഒഴിവാക്കിയാൽ നിങ്ങൾ പകരം എന്ത് ചെയ്യും? ആ ടൈമിൽ ഒന്നെങ്കിൽ പഠിക്കും, അല്ലെങ്കിൽ എഴുതും, അല്ലെങ്കിൽ റീഡിങ് വായിക്കും അല്ലെ? അത് റിസ്ക് ആണ് ആ പണി. ഓക്കെ, റിസ്ക് ആണ്, ഐ അഗ്രി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ റിസ്കിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആ സമയം എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഭയങ്കര സമയമാണ്. ആ സമയത്ത് നമ്മൾ പഠിച്ചാൽ രാത്രി 2 മണിക്കൂർ പഠിക്കുന്നതും സുബഹി നിസ്കാരത്തിന് ശേഷം നമ്മളൊരു 45 മിനിറ്റ് പഠിക്കുന്നതും സെയിമാണ്. അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള സമയം ഭയങ്കര നമ്മുടെ മെന്റലിലേക്ക് നല്ല കയറുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ റിസ്കിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എവിടേക്ക്? ലേണിംഗ് സോണിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ ആ സമയം നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി നല്ലോണം ഉപയോഗിച്ചു, പഠിക്കാൻ വേണ്ടി നമ്മൾ ആ സമയം മാറ്റിവെച്ചു. അങ്ങനെ നമ്മൾ കംഫർട്ട് സോണിനെ ഒഴിവാക്കി ഏത് സോണിലേക്ക് നമ്മൾ കടന്നു? പറഞ്ഞോളി. റിസ്ക് സോണിലേക്ക് കടന്നു. റിസ്ക് സോണിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടേക്ക് പ്രവേശിച്ചു? ലേണിംഗ് സോണിലേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ലെ? ആ ലേണിംഗ് സോൺ നമ്മൾ വിട്ടുകിടക്കുമ്പോൾ നമ്മൾ എവിടേക്ക് എത്തിച്ചേരും? ഗ്രോത്ത് സോണിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ഈ 3 സോണുകൾ കടന്നാലേ നമ്മൾ ഗ്രോത്തിലേക്ക് എത്തുള്ളൂ. അതിന് ഹാർഡ് വർക്കാണ് മക്കളെ പ്രധാനം. ഹാർഡ് വർക്ക് ഈസ് എ റിസൾട്ട് ഓഫ് സക്സസ്. സക്സസിന്റെ റിസൾട്ട് എന്താണ്? ഹാർഡ് വർക്കാണ്. നിങ്ങൾക്ക് വിജയം വേണമോ? നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് എന്തുണ്ട്? വിജയമുണ്ട്. വിജയമില്ലാതെ നമ്മൾക്ക് അധ്വാനിക്കാതെ ഇനി നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ആരെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. 1, 2, 3 പേരുകൾ പറഞ്ഞോളി. ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ, വലിയ ആളുകളുടെ പേര് പറഞ്ഞോളി. പറഞ്ഞോ. ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ പേര് പറയും മക്കളെ. ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആരായിക്കോട്ടെ, നിങ്ങളെ മനസ്സിൽ വരുന്ന ഒരാൾ. രത്തൻ ടാറ്റ. വെരി ഗുഡ്, നല്ല ആൻസറാണ് അല്ലെ? നല്ല പൈസയുള്ള, അതേപോലെ ഒരുപാട് ചാരിറ്റി ചെയ്ത, ഒരുപാട് ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ആയ ഒരു വ്യക്തിയാണ്. പിന്നെ ഒരാളേ ഉള്ളൂ. എത്ര പെട്ടെന്ന് ഇങ്ങനെ പേര് പറഞ്ഞേ ഇങ്ങനെ? ആണുങ്ങളെ ഭാഗത്ത് ഒരു റെസ്പോൺസ് വന്ന് പെട്ടെന്ന് പറഞ്ഞു കളി. ചെറിയ മക്കളെ ചിലപ്പോൾ അറിയാലോ, വലിയ വലിയ മക്കളുണ്ട്. വേറെ ആൾക്കാർ, വിജയിച്ച ആളുകള്. ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജി. പിന്നെ ഉറപ്പല്ലേ? ചിരിക്കണ്ട. പിന്നെ ഐസക് ന്യൂട്ടൻ. പിന്നെ ഇപ്പത്തെ ആൾക്കാർ, പണ്ടത്തെ ആളുകൾ, ഇപ്പത്തെ ആൾക്കാർ പറ്റും. ആര്? മെസ്സി, റൊണാൾഡോ, സുനിത വില്യംസ്. പിന്നെ
ഓക്കെ, അങ്ങനെ കുറെ ആളുകൾക്ക്. ഇനി നമ്മള് ദീനില് മതപരമായി നമ്മൾ ഇസ്ലാമിൽ വിജയിച്ച ആളുകളുടെ പേരെന്ന് പറയും ഷംസുൽ ഉലമ, പിന്നെ നവറുല്ലാഹു മർഖദ, പിന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, മാഷാ അല്ലാഹ്, പിന്നെ ഓക്കെ, അങ്ങനെ എല്ലാം കുറെ ആളുണ്ട് അല്ലേ, കുറെ ആളുകളുണ്ട് അല്ലേ. പിന്നെ എന്നാൽ ഈ വിജയിച്ച ആളുകളെല്ലാം അധ്വാനിക്കാതെയാണ് അവർ ഇത്ര ഒരു വലിയ ഒരു പൊസിഷനിലേക്ക് എത്തിയത് എന്നത് നിങ്ങൾക്ക് പറയാൻ സമ്മതിക്കുന്നുണ്ടോ? എന്താ പോന്നാ ഓക്കെ. ഈ വിജയിച്ച, നിങ്ങൾ ഈ പറഞ്ഞ വിജയിച്ച ആളുകള് ഹാർഡ് വർക്ക് ഇല്ലാതെയാണ് അവർ വിജയിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, അവരെല്ലാം അധ്വാനിച്ചിട്ടാണ് എന്തായത് വിജയിച്ചത് അല്ലെ. ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി കൂടി പറയാം, കുറച്ചും കൂടി നമുക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അത് അരുണിമ സിൻഹ എന്ന് പറയുന്ന ഒരു വോളിബോൾ താരമുണ്ട്, ഒരു വോളിബോൾ പ്ലെയർ. ഒരു ദിവസം ഡൽഹിയിലേക്ക് ട്രെയിനിലൂടെ ഇങ്ങനെ യാത്ര ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ഗുജറാത്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് എത്തി. ഗുജറാത്തിൽ നിന്നാണ് ഡൽഹിയിലേക്ക് യാത്ര പോകുന്നത്. അങ്ങനെ ഒരു നടുവിൽ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഈ ട്രെയിനിലേക്ക് കുറെ കള്ളന്മാർ വന്നിട്ട് കയറി. അവിടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും പൈസ ഇതൊക്കെ മോഷ്ടിക്കാൻ, കക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പിന്നെ അരുണിമ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ അരികിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, പിന്നെ അവരുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ സ്വർണം കട്ടെടുക്കുമ്പോൾ ഇവർ കുറച്ച് ഒന്നും കൂടി നല്ല പ്ലെയറാണ്, നല്ല സ്ട്രെങ്ത് ഉള്ള ആളാണ്. അപ്പോൾ ഒന്നുകൂടി എന്തായി, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കി, തടക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ഇവർക്ക് പിന്നെയും കുറെ ദേഷ്യം വന്ന് പിന്നെയും കുറെ ആളുകൾ കള്ളന്മാർ കൂടിയിട്ട് അങ്ങനെ വല്ലാത്ത സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് അവരെ എടുത്തിട്ട് എന്താക്കി, പുറത്തേക്ക് എറിഞ്ഞു. ട്രെയിൻ നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഒരാളെ തള്ളിവിട്ടാൽ അയാളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലേ. അങ്ങനെ ട്രെയിനിലേക്ക് അവർ വീണിട്ട് പിന്നെ ഒരു അതായത് ട്രെയിനിന്റെ റെയിൽവേ ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്കിലേക്കാണ് അവർ വീണത്. അവരുടെ ശരീരം മുഴുവനും കൊണ്ടിട്ടുണ്ട്, തലക്ക് നല്ല അടി വന്നിട്ടുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ഒന്ന് അപ്പുറം പോലും ഇങ്ങനെ ചലിക്കാൻ പോലും പറ്റാത്ത വല്ലാത്ത വേദന അനുഭവിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ സമയത്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ദൂരെ നിന്നും ഒരു ട്രെയിൻ ഇങ്ങനെ വരാൻ, ആ ട്രാക്കിലൂടെ ഇങ്ങനെ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നു. ഇവരുടെ കാലാണെങ്കിലോ ഒരു കാല് റെയിൽവേയുടെ ട്രാക്കിലുമുണ്ട്. ട്രെയിൻ ഇങ്ങനെ വരുന്ന കാണുന്നുണ്ട്. ഇവരിങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി, പക്ഷെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. കാരണം എന്താ, അത്രമാത്രമായി ടയേർഡായി അവർ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ. അങ്ങനെ പിന്നെ ആരും രക്ഷിക്കാനില്ല. ആ സമയത്ത് ചീറിപ്പാഞ്ഞ് വളരെ സ്പീഡിൽ വരുന്ന ഒരു ട്രെയിൻ അവരുടെ കാലിന്റെ മുകളിലൂടെ ഇങ്ങനെ കയറിപ്പോയി. ആ കാലും അവർക്ക് നഷ്ടപ്പെട്ടു. ആ കാല് നഷ്ടപ്പെട്ട് രാത്രി ഇങ്ങനെ ഒരുപാട് കഴിഞ്ഞപ്പോൾ അതിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ ഇവർ എടുത്തുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഒരാഴ്ചത്തെ നിരന്തരമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. മാനസികമായി അവരെല്ലാം തളർന്നു. എന്തേ, നല്ലൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു, കാലില്ലെങ്കിൽ പിന്നെ എത്ര വലിയ പ്ലെയറായിട്ട് കാര്യമുണ്ടാ? ഇല്ല, കാര്യമില്ലല്ലേ. അപ്പൊ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഇനി ഒന്നും ആവില്ല, ഞാൻ എല്ലാം കൊണ്ടും ഇനി ഫെയിലാണ് എന്ന് വിചാരിച്ച് മെന്റലി എല്ലാ നിലക്കും നഷ്ടപ്പെട്ടു പോയ, എന്തു വിചാരിച്ചാലും ജീവിതത്തിലേക്ക് ഞാൻ എന്തും ആവൂല എന്ന് വിചാരിച്ച ഒരു സമയത്താണ് ഇങ്ങനെ കഴിഞ്ഞു പോവാൻ. അങ്ങനെ 1 മാസം 2 മാസം ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ നിന്ന് ഇങ്ങനെ മല്ല മാത്രം ഇങ്ങനെ സുഖപ്പെട്ട് ഇങ്ങനെ വരാൻ, നടക്കാൻ വേണ്ടി പറ്റുന്നില്ല, കാലില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പത്രം എടുത്ത് നോക്കുമ്പോൾ ഒരു വാർത്ത ഇങ്ങനെ കാണാണ്. അത് പിന്നെ ആ വാർത്ത ഇങ്ങനെ വായിച്ചപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ഇൻസ്പയർ ആയി. വാർത്ത എന്നാൽ യുവരാജ് സിംഗിനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. അവർ ക്യാൻസർ ആയിട്ടും പിന്നീടും ക്രിക്കറ്റിലേക്ക് വന്ന് ഭയങ്കര കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു വ്യക്തിയാണല്ലോ. ആ വാർത്ത ഇങ്ങനെ വെച്ചപ്പോൾ അപ്പൊ ഞാനും ശ്രമിച്ചാൽ, ഞാനും ഹാർഡ് വർക്ക് ചെയ്താൽ എന്നെ കൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും എന്നത് അവരിങ്ങനെ ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ച് പിന്നെന്തായെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു പോസിറ്റീവ് ഒരു മൈൻഡ് അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ ഓരോ ദിവസവും നല്ല നല്ല ചിന്തകളെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് സുഖായതിനു ശേഷം വീട്ടിലേക്ക് വന്നു. പിന്നെ ഫുള്ള് കാല് ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് വെച്ച്, ആ ലെഗ് വെച്ചിട്ട് പിന്നെന്ത് ചെയ്യാണ് അവരിങ്ങനെ ശ്രമിക്കാൻ. എല്ലാ ദിവസവും എക്സസൈസ്, എല്ലാ ദിവസവും പരിശ്രമം. അങ്ങനെ ശ്രമിച്ച് അദ്ദേഹം പിന്നെ ഒരു നോർമൽ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, പിന്നീട് എവറസ്റ്റിലേക്ക് കടന്നു ചെന്ന ഒരു വലിയ ഒരു യാത്രികയായിട്ട് പിന്നെ ലോകം അറിയുകയും ചെയ്തു. കാലില്ലാതെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എവറസ്റ്റിനെ കീഴടക്കിയ ഒരാളായിട്ട് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഭാഗത്ത് നിന്ന് അധ്വാനം.
കഷ്ടപ്പാട് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ സക്സസ്ഫുൾ ലൈഫിലേക്ക് എത്തിച്ചേരുമെന്നതിൽ എന്തില്ല ഒരു സംശയവുമില്ല. അപ്പോൾ എൻ്റെ 3 പോയിന്റ് ഇവിടെ ഞാൻ പറഞ്ഞു. 4ാമത്തെ പോയിന്റ്, മാനേജ് അവർ ടൈം. നമ്മുടെ ടൈമുകൾ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളത്. ടൈം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കി, സമയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല, ടൈം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആൾക്കാർ അതിനെ വേണ്ട പോലെ യൂസ് ആക്കുന്നില്ല എന്നുള്ള പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞൊരു സംഗതി എന്താണെന്നറിയോ? അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ വെച്ചിട്ട് ആളുകൾ വേസ്റ്റ് ആകുന്നത്, ആളുകൾ ചെയ്യാതിരിക്കുന്നത്, ആ അനുഗ്രഹത്തെ പറ്റി ഭയങ്കരമായിട്ട് കെയർലെസ് ആക്കുന്നത്, അതിൽ ഒന്ന് ഫ്രീ ടൈം കിട്ടുന്നതിനെ പറ്റിയാണ്. ഫ്രീ ടൈം നമുക്ക് കിട്ടുമ്പോൾ അതിന് വേണ്ടതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കി, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഒരു നല്ല സ്റ്റോറി ബുക്ക് എടുത്തിട്ട് വായിക്കുന്നില്ല, നോവൽ എടുത്തിട്ട് നമ്മൾ വായിക്കുന്നില്ല, ഒന്ന് ഹിഫ്ള് ഒന്നുകൂടി ഞാനൊന്ന് മനപ്പാടാക്കട്ടെ, ഹിഫ്ള് ഖുർആൻ ഞാനൊന്ന് പഠിക്കട്ടെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. യൂട്യൂബിൽ ഇഷ്ടംപോലെ ഖിറാത്തുണ്ട്, ഒന്ന് ഞാനത് കേൾക്കട്ടെ, ഒരു ക്ലാസ് ഞാൻ കേൾക്കട്ടെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. നമുക്ക് ഫ്രീ ടൈം നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ഒന്നും കൂടി റീൽസ് കാണാം, ഒന്നും കൂടി കോമഡി കാണാം, നമ്മൾ ഒരു കൊമ്പങ്കാട് കോയനെ പറ്റി പിന്നെയും നമ്മൾ റീൽസ് നോക്കാം. ഇങ്ങനെ പറ്റിയാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ടൈം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ, പഠനത്തിന് വേണ്ടാൻ, എഴുതാൻ വേണ്ടി, ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം, സമയം നമ്മൾ മാറ്റിവെക്കണം. അത് സക്സസ്ഫുൾ ലൈഫിലേക്കുള്ള 4ാമത്തെ സ്റ്റെപ്പാണ്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് ഞാൻ ചുരുക്കാൻ, ഞാൻ പറഞ്ഞ സമയത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്റ്റെപ്പ് ഒന്ന് ആവർത്തിച്ചോളി. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സെറ്റ് ഗോൾ. 2 ബിലീവ് ഇൻ യുവർ സെൽഫ്. 3 ഹാർഡ് വർക്ക്. 4 മാനേജ് യുവർ ടൈം. അല്ലെ, ടൈം നമ്മൾ മാനേജ് ചെയ്യാം. അല്ലെ, ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാലേ നമ്മൾ ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അങ്ങനെ ആ ഒരു മാറ്റത്തിന് നാളെ മുതൽ നമ്മൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി ഫോർ ദാറ്റ്? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞോളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നുകൂടി, നിങ്ങൾ റെഡി ആണെങ്കിൽ വി ആർ സെറ്റ്, വി ആർ റെഡി എന്ന് പറയും. 1 2 1 2 1 2. അവസാനത്തെ കാര്യം പ്രിയപ്പെട്ടവർ എന്താണെന്നറിയോ? നമ്മൾ റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അദബ് എന്നുള്ള സാധനം നമ്മൾ എപ്പോഴും പഠിപ്പിക്കൂലേ? അതിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ? നമുക്ക് നമ്മളെ പറ്റി നല്ലത് വേണം. ആയിരിക്കും നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും അതേപോലെ ഉസ്താദന്മാർക്കും നമ്മളൊരു പ്രത്യേകമായൊരു സ്നേഹം, അവരെ പൊരുത്തം വേണം. എങ്കിൽ നമുക്ക് വിജയം. അവർ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉസ്താദന്മാരെയും പൊരുത്തം നിങ്ങൾക്കില്ലേ, നമ്മൾ ഓടൊക്കെ എത്തൂല. നമ്മൾ എത്ര വലിയ പഠിക്കുന്ന ആളാട്ട്, എത്ര വലിയ ഉഷാറാട്ട്, ഈ 3 ആളുകളെ പൊരുത്തം നമുക്കില്ലെങ്കിൽ, ഉമ്മാന്റെയും ഉപ്പാന്റെയും ഉസ്താദുമാരുടെയും പൊരുത്തം നമുക്കില്ലെങ്കിൽ നമ്മൾ എവിടേക്കും എത്തൂല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം, അവരെ മനസ്സിനെ ബേജാറാക്കുന്ന, ഉമ്മാന്റെ മനസ്സിനെ ബേജാറാക്കുന്ന, ഉപ്പാന്റെ മനസ്സിനെ ബേജാറാക്കുന്ന ഒരു സംസാരവും ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടായിപ്പോയാൽ നമ്മൾ ദുനിയാവിലും പരാജയപ്പെടും, പിന്നെ എവിടെയും പരാജയപ്പെടും, ആഖിറത്തിലും പരാജയപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. 5 കാര്യങ്ങൾ, 5 സ്റ്റെപ്പുകൾ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അത് ഫോളോ ചെയ്യുക, ആഗ്രഹങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, ആ ആഗ്രഹങ്ങളെ അത് നടപ്പിലാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുക. നമ്മുടെ ഫ്രീ ടൈമുകൾ നല്ലതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. ഉമ്മയും ഉപ്പയും ഉസ്താദന്മാരും പറയുന്നത് പോലെ അനുസരിച്ച് കൊണ്ടൊരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുക. എങ്കിൽ നമ്മളൊരു സക്സസ്ഫുൾ ലൈഫിലേക്ക് നമ്മൾ എത്തും, ഒരു സംശയവുമില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.